മക്കളെ അൻവറ മിസ് ആണ്. അപ്പോൾ എടാ നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ ഇങ്ങ് എത്തിയല്ലേ. നമ്മുടെ ഓണം എക്സാം കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ റിസൾട്ട് കാര്യം നിങ്ങളുടെ എല്ലാ മാർക്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചില കുഞ്ഞുങ്ങൾ പറഞ്ഞു എവിടെയാണ് മാർക്സ് പോയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മൾ തെറ്റും പറഞ്ഞൊരു കാര്യം എന്താണ് മിസ്സേ, പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ടാണോ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിച്ച്. പുതിയ ടെക്സ്റ്റ് ബുക്ക് പുതിയൊരു വെല്ലുവിളിയാണോ ചോദിച്ചാൽ ഒരു പരിധി വരെയാണ്. എന്നാൽ വലിയൊരു പരിധി വരെ എന്തല്ല എല്ലാം തന്നെ നമുക്ക് പറയാം. കാരണം എന്താ, നമ്മളെ സംബന്ധിച്ച് എപ്പോഴും നമ്മളെന്താ വെൽ പ്രിപ്പയർഡ് നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നത്. നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് എന്താണ് ശരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഡിസ്കോഴ്സസും ഇംഗ്ലീഷിൻ്റെ കാര്യമാണെങ്കിൽ ആ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ഡിസ്കോഴ്സ് ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ എവിടെയാണ് നമുക്കൊരു കുഞ്ഞു മിസ്റ്റേക്സ് വന്നത്, നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ റൈറ്റിംഗ് പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഫോമാറ്റ് നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, നോ മാറ്റർ നോ വറീസ്. നമ്മളെ സംബന്ധിച്ച് ഇംഗ്ലീഷിൽ നമ്മൾ ഉത്തരം എഴുതാൻ പോകുമ്പോൾ നമുക്കറിയാം നമുക്ക് ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെയാണ്. നമുക്ക് ലെറ്റർ റൈറ്റിംഗ് ആണ്, നോട്ടീസ് റൈറ്റിംഗ് ആണ്, നമുക്ക് ഡയറി റൈറ്റിംഗ് ഉണ്ട് അല്ലേ, നമുക്ക് സ്പീച്ച് ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ ചോദ്യങ്ങളായിട്ട് വരാം. നമ്മൾ എന്ത് വേണം, ഇതിൻ്റെ ഫോമാറ്റ് ശരിക്കും പഠിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഡയറി എഴുതാൻ വിചാരിക്കുക. തീർച്ചയായിട്ടും നമുക്ക് ഡയറിയിൽ ഒരുപാട് കഴിവിട്ട് ഇംഗ്ലീഷ് ഒന്നും വേണ്ട. പക്ഷെ നമുക്ക് എന്ത് വേണം, വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് എഴുതണം. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ ഡേറ്റ് എഴുതണം. അതേപോലെ തന്നെ നമ്മൾ ഡേ എഴുതണം, നമ്മൾ സമയം എഴുതണം. ഇത് മൂന്നും നമ്മൾ എഴുതിയില്ല വിചാരിക്കുക, നമ്മുടെ മാർക്ക് എന്താവും, അവിടെ കട്ടാവും. നേരെ മറിച്ച് നമ്മൾ ലെറ്ററിലേക്ക് വരുമ്പോൾ അവിടെയും നമ്മൾ എന്ത് വേണം, പ്രോപ്പറായിട്ട് നമ്മൾ ഫ്രം അഡ്രസ്സ് എഴുതണം, നമ്മൾ ടു അഡ്രസ്സ് എഴുതണം, നമ്മൾ സാലുറ്റേഷൻ എഴുതണം, നമ്മൾ ബോഡി ഓഫ് ദ ലെറ്ററിൽ 3 പാരഗ്രാഫൊക്കെ നമ്മൾ എഴുതണം. ഇങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ ഫോമാറ്റ് ശരിക്കും പഠിച്ചാൽ എന്തുള്ളൂ, ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ. അതിൽ നിങ്ങൾ ഇത്തിരി കെയർലെസ്നെസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് വേണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എപ്പോഴും. ഈ ഫോമാറ്റും ലാംഗ്വേജും എല്ലാം ശരിക്കും എഴുതി പഠിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടണം. ക്വസ്റ്റ്യൻസ് കിട്ടിയാലേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ ഇത് മാത്രമല്ല, നമുക്കറിയാം ഇംഗ്ലീഷിലുള്ളതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഗ്രാമറിലേക്ക് വരുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ്സ് നോക്കാനുണ്ടാവും, നമുക്ക് ടെൻസ് പഠിക്കാനുണ്ട് അല്ലേ, നമുക്ക് എന്താണ് പോയിറ്റിക് ഡിവൈസസ് പഠിക്കാനുണ്ട്, നമുക്ക് ആഡ്ജക്റ്റീവ് ബന്ധപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗ്രാമറിലേക്ക് വരുമ്പോൾ അതുമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ സൈലം നിങ്ങൾക്കായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബാച്ച് തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം നമുക്ക് എന്തുണ്ട്, ഓഫർ ഉണ്ട്. ഇപ്പോൾ വിദ്യാരംഭം ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, 15% നമ്മുടെ ഓഫർ റേറ്റ് ഉള്ളത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ബാക്കിയൊക്കെ എവിടെയാണ്, നമ്മുടെ ബാച്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആപ്പിൽ നമുക്ക് കാണാം. ഇവിടെ നിങ്ങൾ യൂട്യൂബിൽ ഇത്രയും അടിപൊളി ലൈവും നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആപ്പിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, നിങ്ങളെല്ലാ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും അത് റെക്കോർഡഡ് ആണ്. അതേപോലെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിന് ശേഷം എന്തുണ്ട്, എക്സാം ഉണ്ട്, ആൻസർ കീ ഡിസ്കഷൻ ഉണ്ട്. ഇങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് എന്തുണ്ട് ആപ്പിലുണ്ട്. കൂടുതൽ കാര്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യാത്ത താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. സോ നമ്മൾ ഇനി എവിടെയായിരിക്കും കാണാം, തീർച്ചയായിട്ടും നമ്മുടെ ആപ്പിൽ നമുക്ക് കാണാം. താങ്ക് യു.